സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും നവീനെയും നമ്മുടെ പൂജനെയാണ്. അപ്പൊ പൂജയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ധ്രുവൻ. അതെ, പൂജയെ ഈ പരുവത്തിൽ എത്തിച്ചത് ഒരിക്കലും ഗൗരിയുടെ കുഞ്ഞിന്റെ ശക്തിയൊന്നും അല്ല, പിന്നെ എന്ന് ചോദിച്ചോ. അതെ, അന്നത്തെ ദിവസം ആ ഗൗരിക്ക് പ്രിയപ്പെട്ട ആരോ ജയിലിലുണ്ടായിരുന്നു. ഗൗരിയോടുള്ള അയാളുടെ സ്നേഹം പൂജയോടുള്ള പക വീട്ടലായിട്ട് അന്ന് അതാണ് സംഭവിച്ചത്. അല്ലാതെ ഗൗരിയുടെ കുഞ്ഞിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആരും അറിയാതെ ഗൗരിയെ കാണാൻ ശങ്കർ ജയിലിലെത്തുന്നുണ്ട് എന്നാണോ? അതാണോ ധ്രുവ? അതെ, അത് തന്നെയാ. ശങ്കർ ബായിയുടെ പെണ്ണിനെ നോവിച്ചാൽ അതിന് എത്ര വലിയ കൊമ്പനാണ് എങ്കിലും ശങ്കർ ബായി തിരിച്ചു പണി കൊടുത്തിരിക്കും, അതിലൊരു സംശയമില്ല. ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോ ഇവരുടെ ആരുടെയും കഴിഞ്ഞപ്പെടാതെ ജയിലിനകത്ത് എങ്ങനെ കിടക്കാൻ പറ്റുന്നു? അത് കണ്ടെത്തേണ്ടത് പൂജയാണ് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ പൂജയ്ക്ക് അപ്പോഴാണ് ഡൗട്ട് അടിച്ചു കേട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ. പൂജ ഗൗരിയെ കാണാൻ അവളുടെ ഭർത്താവ് ശങ്കർ രഹസ്യമായി ജയിലിൽ വരുന്നുണ്ട് എങ്കിൽ അവനുള്ള കുരുക്ക് ഞങ്ങൾ തന്നെ ഒരുക്കി വച്ചോളാം എന്ന് പറയാണ്. അപ്പൊ ശങ്കർ ഇങ്ങനെ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ സമയത്താണ് എങ്ങനെ ഗൗരിയെ കാണും എന്നൊക്കെ ഒരു ആശയക്കുഴപ്പം നമ്മുടെ ശങ്കറിന് നേരത്തെ ഉണ്ടായിരുന്നു. അത് മാറ്റി കൊടുത്തതുകൊണ്ട് അജിത്തും ജോജും കൂടെ ആയിരുന്നു ഈ ഐഡിയ പറഞ്ഞു കൊടുത്തതൊക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാം സാറിന്റെ വീട്ടിലാണ്. അപ്പൊ ശ്യാം സാറിന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വേണിയും നമ്മുടെ ആദർശൂടെ ഇറങ്ങി വരികയാണ്. പ്രൊഫസറെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ മോളെ? പ്രൊഫസറെ, ആദർശേട്ടന് നല്ലൊരു ജോലി സെറ്റായിട്ടുണ്ട് കേട്ടോ. ആണോ? അതോ? എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, നിന്റെ ജോലി ശരിയായിട്ട് എന്താടാ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? അച്ഛാ, ഇപ്പോഴാ കൺഫർമേഷൻ കോള് വന്നത്, അതിനുശേഷം പറയാന്ന് കരുതി. ഏതാ കമ്പനി? അത് പിന്നെ അതെ, ആദർശേട്ടാ സാലറി പാക്കേജ് എത്രയാ എന്നിങ്ങനെ ചോദിച്ചു. അച്ഛാ, നല്ല കമ്പനിയാ, കുഴപ്പമില്ലാത്ത സാലറിയും കിട്ടും, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വേണി വേഗം പ്രൊഫസറെ, അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ. പ്രൊഫസർ മുമ്പ് പറഞ്ഞ ആ കാര്യം തന്നെയാട്ടോ. ഞാൻ പറഞ്ഞ കാര്യോ? ഞാൻ എന്താ മോളെ പറഞ്ഞത്? ആദർശേട്ടന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ഇവിടുന്ന് താമസം മാറാൻ പറ്റുമെന്ന് അന്ന് പ്രൊഫസർ പറഞ്ഞതല്ലേ? അയ്യോ മോളെ വേണി, അതിന് നമ്മുടെ ശ്യാമ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചു മുത്തശ്ശി. ശ്യാം പറഞ്ഞത് എന്താ? ആദർശിന് ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞ ഇവിടുന്ന് മാറുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചാ പോരെ എന്നല്ലേ ശ്യാം ചോദിച്ചത്? അതെ മുത്തശ്ശി, അത് തന്നെയാണല്ലോ ഇപ്പൊ ഞാനും പറഞ്ഞത്, വേറൊന്നുമല്ലട്ടോ. ആദർശേട്ടന് നല്ലൊരു ജോലി ശരിയായല്ലോ, അപ്പൊ പിന്നെ ഇനി എന്തിനാ മുത്തശ്ശി അങ്ങനെ? അപ്പോ നിങ്ങൾ മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. തൽക്കാലം ആദർശന്റെ ഓഫീസ് അടുത്തായിട്ട് ഒരു ചെറിയ വീടെടുക്കാം എന്നാ ഞാൻ ആലോചിക്കുന്നത്. നന്ദിനിയമ്മ, ആദർശേ, ഈ വീടും ഞങ്ങളെ ഒക്കെ വിട്ടു പോണം എന്ന് തന്നെയാണോ നിന്റെ ആഗ്രഹം? അമ്മേ, വേണിച്ചിട്ട് ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആരതി. അപ്പൊ ആരതിയെ മുത്തശ്ശിയും നമ്മുടെ നന്ദിനിയമ്മയെ ഒരു നോട്ടം നോക്കിയിട്ടോ വച്ചിട്ടുണ്ട് എന്നുള്ള മട്ടില്. അമ്മേ, വീട് മാറി താമസിക്കുന്ന കാര്യം ഞങ്ങൾ എന്താ പറയാ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആദർശ്. തീരുമാനിച്ചിട്ടില്ലേ? എന്താ ഈ പറഞ്ഞത്? ആദർശേട്ടൻ അന്ന് എന്നോട് സമ്മതിച്ചല്ലേ, എന്നിട്ടിപ്പം മാറ്റി പറയാ? എന്താ ആദർശേട്ടാ ഇത്? വേണി, വീട് മാറാം എന്ന് ഞാൻ സമ്മതിച്ചു, അത് ശരി തന്നെയാണ്, പക്ഷേ അതിനുള്ള സമയം ഇതായിട്ടില്ല എന്ന് പറഞ്ഞു. ആദർശേട്ടാ, അത് എന്തിട്ട് വർത്തമാനമാണ് ആദർശേട്ടാ ഈ പറയണത് എന്ന് ചോദിച്ചു. ആദർശേട്ടന് ഒരു വരുമാനം ഇല്ലാത്തതായിരുന്നല്ലോ നമ്മുടെ ഇതുവരെയുള്ള പ്രശ്നം. ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ആ പ്രശ്നം പരിഹരിച്ചതല്ലേ, ഇനി എന്തിനാ അത് മാറ്റി പറയണത്? വേണി, എനിക്ക് ജോലി കിട്ടി, അത് ശരിയാണ്, പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് സാലറി കിട്ടുള്ളൂ. പുതിയൊരു വീട്ടിലേക്ക് മാറുമ്പോ ഒരുപാട് ചെലവുകളും ഉണ്ടാവില്ലേ, അതെന്താ നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. ആദർശേട്ടാ, വാടക കുറഞ്ഞൊരു ചെറിയ വീട് നോക്കിയാൽ മതി ആദർശേട്ടാ. ദേ, നമ്മള് 2 പേരല്ലേ ഉള്ളൂ, അപ്പൊ അത്രയ്ക്കുള്ള ചെലവൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൊഫസർ എഴുന്നേറ്റിട്ട്, മോളെ വേണി, വാടക കുറഞ്ഞൊരു വീട് കണ്ടെത്തിയാ പിന്നെ ബ്രോക്കർ ഫീസ് കൊടുക്കണം, പിന്നെ ഗ്യാസ് കണക്ഷൻ അടക്കം സർവത്ര സാധനങ്ങളും വീട്ടിലേക്കുള്ളത് വാങ്ങുകയും ചെയ്യണം. ഇതിനൊക്കെ നല്ലൊരു ചെലവ് വരും. പ്രൊഫസർ അത് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ കയ്യില് ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ പ്രൊഫസറെ, പണയം വെക്ക്, എന്തൊക്കെ വേണേലും ചെയ്യാലോ. മോളെ, നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഒരു എമർജൻസി ഫണ്ടാ,
അല്ല പ്രൊഫസറെ, എമർജൻസി ഫണ്ട് എന്ന് വെച്ചാല് അതെന്തൊട്ട് സാധന എന്ന് ചോദിച്ചോ. പെട്ടെന്ന് നിങ്ങൾക്കൊരാവശ്യം വന്നാൽ മറ്റാരെയും ആശ്രയിക്കാതെ ആ കാര്യങ്ങൾ അങ്ങ് നടക്കും. അതാ ഈ എമർജൻസി ഫണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. നിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണം അത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ നീ ഉപയോഗിക്കാവുള്ളൂ. ഓ അതല്ലേ, അത് ശരിയാ പ്രൊഫസർ, ആ പറഞ്ഞത് കറക്റ്റ് ആട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് വേണി. എന്നിട്ട് അല്ല അപ്പൊ പ്രൊഫസറെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ ഈ പ്രൊഫസർ പറയണത് എന്ന് ചോദിച്ചോ. തൽക്കാലം 1-2 മാസം കൂടി നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കാം. അതിനുശേഷം 2 മാസത്തെ സാലറി ചെലവാക്കാതെ സൂക്ഷിച്ചു വെക്കണം. ആ പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് പുതിയൊരു വീട്ടിലേക്ക് മാറാനും പറ്റും. പിന്നെ സ്വർണം പണയവും വെക്കണ്ട, ആരുടെ കയ്യിൽ നിന്ന് കടവും വാങ്ങണ്ട. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ വേണി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം ആലോചിച്ച ശേഷം വേണി അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അതെ, നമുക്ക് ഒരു 2-3 മാസം കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ആ കുടുംബം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലേ പ്രൊഫസറെ? പ്രൊഫസറെ പറഞ്ഞത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എങ്കിൽ പിന്നെ ആദർശേട്ടാ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ആദർശിനും 1-2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം ആദർശേട്ടാ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഉടനെ നമുക്ക് ഇവിടെ നിന്ന് മാറണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഫസറുടെ ബുദ്ധി വീണ്ടും ഏറ്റു. നമ്മുടെ ഹേണി അവിടെ തന്നെ അങ്ങനെ കൂടുകയാണ് കേട്ടോ. അപ്പൊ ശ്യാമിനും നന്ദിനി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. പണി ഏറ്റു എന്നുള്ള മട്ടില് ആരതിക്ക് അത്ര സുഖമൊന്നും തോന്നിയില്ല കേട്ടോ. കാണുന്നത് ജയിലിലാണ്. അപ്പൊ ഇത് അവിടുത്തെ നേരത്തെ സൂപ്രണ്ട്, അതായത് പൂജയ്ക്ക് പകരം നിന്നുകൊണ്ടിരുന്ന ആയിഷ എന്ന് പറയുന്നവര് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വന്നോണ്ടിരിക്കുകയാണ്. സുരക്ഷ വീഴ്ച. അതെ, ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പൊ തെറ്റുകാരായി. അപ്പൊ പൂജ അകത്തേക്ക് കേറി വരികയാണ്. ആഹാ, അല്ല താൻ ആരോടാ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചോ. അല്ല താൻ എന്താ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അല്ല താൻ എന്തിനാ ലീവ് കട്ട് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ ഞാൻ എന്താണെങ്കിലും എന്റെ ലീവ് അങ്ങ് ക്യാൻസൽ ചെയ്തു, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നതാ. താൻ എന്താ ഈ തന്നെ പറഞ്ഞോണ്ട് നടന്നത്? അല്ലടോ എടാ, നമ്മുടെ ലക്ഷ്മി മേഡത്തിനെ അവളെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത്. ആരെ? ആ ഗൗരിയെ, അല്ലാണ്ട് ആരാ എന്ന് ചോദിച്ചോ. തെരളിയപ്പം അവക്ക് വേണ്ടിയിട്ട് ആരോ കൊണ്ടുവന്നതാ, അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. പക്ഷെ തെളിവില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടോ താൻ എന്താ സംഗതി, താൻ ഒന്ന് തെളിച്ചു പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അപ്പോഴാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഫുഡും വാങ്ങിച്ചുകൊണ്ട് എന്താ പറയുക സെല്ലിലേക്ക് പോണത്. അപ്പൊ പൂജ വേഗം തന്നെ ഗൗരിയെ വിളിച്ചു. ഗൗരി എന്ന് വിളിച്ചു. അപ്പോഴേക്കും ആയിഷ അങ്ങ് പോവുകയും ചെയ്തു. എന്താ മേഡം? അതെ, നീ ഓവർ സ്മാർട്ട് ആകുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ പിടി വീഴുമ്പോഴേ ഈ സ്മാർട്ട്നെസ് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല മേഡം പറഞ്ഞത്. എടോ തന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കാം. ഈ ജയിലിൽ ഞങ്ങളുടെ ഒക്കെ കണ്ണു വെട്ടിച്ച് തനിക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട് എങ്കിൽ ആ തോന്നൽ എന്താണേലും വേണ്ട. മേഡം ഞാൻ എന്ത് ചെയ്തു എന്നാ മേഡം ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടായിക്കേടാ, ആ തെരളിയപ്പത്തിന്റെ കാര്യമാണെങ്കിൽ എന്റെ നിരപരാധിത്വം ലക്ഷ്മി മേഡത്തിന് ബോധ്യപ്പെട്ടതാണല്ലോ. ലക്ഷ്മി മേഡം ഒരു സാധു ആയതുകൊണ്ട് അവരെ നിങ്ങളെ വിശ്വസിക്കും. പിന്നെ നീ ഒരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കോണം. നിന്നെ കാണാൻ ഈ ജയിലിൽ വരുന്നവൻ എത്ര വലിയ കേമനാണ് എങ്കിലും അവനെ ഞങ്ങള് ലോക്ക് ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട ഗൗരി എന്ന് പറഞ്ഞിട്ട് പൂജ അകത്തേക്ക് പോവാണ്. അപ്പൊ ഗൗരിക്ക് ഒരു ആശങ്കയൊക്കെ ഉണ്ട്, ശങ്കറാണോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയാണ് കേട്ടോ. അപ്പൊ മഹാദേവൻ അവിടെ ഇരിക്കുന്നു. അപ്പൊ ശങ്കർ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് മഹാദേവന്റെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് മഹാദേവന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കാണ്. നീ എന്താ കുട്ടിശങ്കര ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചോ. നീ നിന്റെ അച്ഛനെ ആദ്യമായിട്ട് കാണുവാണോ കുട്ടിശങ്കര? അച്ഛാ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. ആ തെറ്റിദ്ധാരണ ഇപ്പൊ എനിക്കത് മാറിയിട്ടോ എന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? എന്റെ അച്ഛനായിട്ട് തന്നെ ആ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റി തന്നു. എടാ കുട്ടിശങ്കര, നീ കുടിച്ചിട്ടുണ്ട് ഇപ്പം, അതുകൊണ്ടാ നമ്മള് സംസാരിക്കണ്ട. അതാ എന്റെ ശരി. നീ പോയി കിടന്നുറങ്ങിയേ. ദേ ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചിട്ടില്ല, ഇനി കുടിക്കുകയില്ല. അതേ തീരുമാനിച്ചോ. ഇപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ തെറ്റിദ്ധാരണ, എന്റെ തെറ്റിദ്ധാരണ. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നതേ എന്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാ എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ പിടികിട്ടിയത്. നിനക്ക് എന്തൊട്ട് തേങ്ങയാടാ മനസ്സിലായത് എന്ന് ചോദിച്ചു.
ചാരങ്ങാട്ട് മഹാദേവൻ എന്ന എന്റെ അച്ഛന്റെ ഉള്ള് അതെന്താന്ന് എനിക്ക് മനസ്സിലായേ. നിനക്ക് ഓരോലൊക്കെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്നോ, നിന്റെ പെണ്ണിനെ രക്ഷിക്കാൻ എനിക്ക് സൗകര്യമില്ലടാ എന്ന് പറഞ്ഞു. അവളെ അവിടെ എത്തിച്ചത് ഞാനൊന്നും അല്ലല്ലോ അച്ഛാ. അച്ഛൻ എന്റെ ഗൗരിയെ രക്ഷിക്കണ്ട, തീർന്നില്ലേ പ്രശ്നം. പക്ഷെ അച്ഛൻ ആരോടും ഒരു സ്നേഹമില്ല കേട്ടോ. അച്ഛനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഡാ കുട്ടിശങ്കര, നിർത്തിക്കോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. എന്തേ, എന്റെ അച്ഛനെ വേദനിച്ചോ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു പേരക്കുട്ടിയെ എന്റെ അച്ഛൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും എന്റെ ഗൗരിയെ അച്ഛൻ രക്ഷിക്കുമായിരുന്നു. എന്താ ചെയ്യില്ലേ? പക്ഷെ ഒരു പേരക്കുട്ടിയെക്കാളും എന്നെക്കാളും ഒക്കെ അച്ഛന് വലുത് അച്ഛന്റെ രാഷ്ട്രീയ ഭാവിയാ. അതുകൊണ്ടല്ലേ എന്റെ അച്ഛൻ എന്റെ ഗൗരിയെ സഹായിക്കാഞ്ഞത്. എടാ കുട്ടിശങ്കര, നീയേ നിന്റെ തെറ്റുകള് എന്റെ തലയിലേക്ക് വെട്ടാൻ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛാ, ഞാനൊരു കാര്യം അച്ഛനോടങ്ങ് ചോദിച്ചോട്ടെ. എല്ലാ തെറ്റുകളും എന്റെ തലയിലേക്ക് മാത്രം ഇട്ട് തന്നിട്ട് അച്ഛൻ കൈ കഴുകി പുണ്യാളം കളിക്കുവല്ലേ? അച്ഛൻ എന്നോടും എന്റെ പെണ്ണിനോടും ചെയ്തത് ശരിയാണോന്ന് അച്ഛൻ എപ്പോഴെങ്കിലും അച്ഛനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ കേട്ടോ, എല്ലാ മനുഷ്യരുടെയും ഇടതുവശത്തായിട്ട് ഇവിടെ എന്ന് പറയുന്ന സാധനത്തിലുണ്ടല്ലോ ഒരു ഹൃദയം എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ മാനുഫാക്ചറിങ് എഫക്റ്റ് എന്റെ അച്ഛന്റെ ഉള്ളില് അങ്ങനെ ഒരു സാധനം ഇല്ല. അതെനിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഞാൻ അച്ഛനോട് പറയാട്ടോ. സഹായമില്ലാണ്ട് തന്നെ ഞാൻ എന്റെ ഗൗരിയെ രക്ഷിക്കും. എടാ കുട്ടിശങ്കര, വലിയ വാചകം അടിക്കാണ്ടേ നീ ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ പെണ്ണിനെ ഒന്ന് രക്ഷിച്ച് കാണിക്ക്. അച്ഛൻ നോക്കിക്കോട്ടോ. അച്ഛന്റെ മോൻ കുട്ടിശങ്കരൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ പെണ്ണിനെ ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. എന്റെ പൊന്നു മോനെ, അങ്ങനെ സ്വന്തം മിടുക്കില് ആ പെണ്ണിനെ രക്ഷിച്ച് ഈ ചാരങ്ങാട്ടേക്ക് വന്നാൽ അവളെ അച്ഛൻ എന്താ പറയാ ആരും ഒഴിഞ്ഞ് സ്വീകരിക്കും. എന്തേ, അതുപോലെ അതിനാരെ ഇങ്ങോട്ട് വരണത് എന്നായിരുന്നു ശങ്കറിന്റെ ചോദ്യം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇനി ചാരങ്ങാട്ടേക്ക് കാലെടുത്ത് കുത്തില്ല അച്ഛ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പെണ്ണിനെ എവിടെങ്കിലും കൊണ്ടുപോയി സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിച്ചോളാം. ഇനി ഒരു കാര്യം കൂടി അച്ഛൻ കേട്ടോട്ടോ. ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അച്ഛനെ ഞാൻ അനുവദിക്കില്ല. ഇത് ശങ്കർ മഹാദേവന്റെ വാക്കാ. മനസ്സിലായോ അച്ഛന്? മനസാക്ഷിയില്ലാത്ത ഇങ്ങനൊരു മുത്തശ്ശൻ എന്റെ കുഞ്ഞിന് വേണ്ടച്ച എന്ന മുഖത്തടിക്കുന്ന പോലെ മഹാദേവന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞിട്ട് ശങ്കർ അങ്ങ് പോയി. മഹാദേവന്റെ ചങ്കിൽ അങ്ങ് കൊണ്ടുട്ടോ. വല്ലാത്തൊരു ഇതായി പോയി. മഹാദേവന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശങ്കർ ഇങ്ങനെ പറയുമെന്ന്. അത് മഹാദേവൻ ഇങ്ങനെ കണ്ണു മിഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ജയിലിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ സുരേന്ദ്രനുണ്ട്, അപ്പൊ സുന്ദരന്റെ അനിയൻ, അപ്പൊ അവരുണ്ട് അളിയൻ, അത് രണ്ടുപേരോടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് ചെക്കിങ് നടത്തുകയാണ് കേട്ടോ അവിടെ. അപ്പൊ പോലീസ് ചെക്കിങ് നടത്തേണ്ട ശങ്കറിന് ആകെ സംശയം. അല്ല എന്താ ഇവിടെ എന്ന് കോൺട്രാക്ടറെ എന്ന് ചോദിച്ചു. ഇതെന്താ ദേഹപരിശോധന നടത്തുന്നു? അല്ലാതെന്താ? അല്ല കോൺട്രാക്ടറുടെ കൂടെ വരുമ്പോ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അളിയന്റെ കൂടെ വരുമ്പോ ഇങ്ങനെയൊന്നും പരിശോധന ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ എന്താ പറ്റിയത് എന്താന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ എന്തോ ജയിലിനകത്ത് കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് ശരവണ. ജയിലിനകത്ത് എന്ത് നടന്നു എന്നാ പറയണത്? എനിക്ക് എങ്ങനെ അറിയാം? നമ്മള് ജയിലിനകത്തല്ലല്ലോ, ജയിലിന് പുറത്തല്ലേടാ, പിന്നെ എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചോ. എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിന്റെ ഭാഗമായിട്ടാ ഈ പരിശോധന. നീ അടുത്തത് എന്ന് പറഞ്ഞു. അല്ല എനിക്ക് എന്താന്നറിയില്ല, ചെറിയൊരു പനിയുണ്ടെന്ന് തോന്നുന്നു. പനിയോ? നിനക്കോ? അല്ല എന്താ ദേഹപരിശോധന നടത്തുന്നതും പനിയുമായിട്ട് എന്താടാ ബന്ധം എന്ന് വെച്ചോ. ഈ പനിയെ പകർച്ചപ്പനിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, ചെറിയൊരു പേടി. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു വലിച്ചു. സാറേ പകർച്ചപ്പനിയാണോന്ന് ഡൗട്ടുണ്ട്, പനിയാ സാറേ എന്ന് പറഞ്ഞു. വയ്യെങ്കിൽ വീട്ടിലെങ്ങാനും കിടന്നോടെ. അല്ല സാറേ, വയ്യെങ്കിലും ഇലക്ട്രിക്കിന്റെ പണി അറിയാവുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ പനിയായിട്ടും വന്നത് സാറേ, വേറൊന്നുണ്ടോ? അല്ല. മാസ്ക് ഉണ്ടോ? ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. കവറിലാ, എന്നാ താ മാസ്ക് എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ശങ്കർ പതുക്കെ മാസ്ക് എടുക്കുന്ന രീതിയിൽ അകത്തേക്ക് സ്കൂട്ടായി പോവാണ്. അപ്പൊ കോൺട്രാക്ടർ ആ കൂടെ പോകാൻ തുടങ്ങിയപ്പോ താൻ എങ്ങോട്ട് പോവാ? അല്ല സാറേ, ഞാൻ വലിയൊരു ഡീസന്റാ, അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ പോലീസുകാര് അവിടെ നിന്ന് പരിശോധിക്കുകയാണ്. ശങ്കർ തല ഊരി എന്ന് പറഞ്ഞാൽ മതി, നൈസായിട്ട് നേരെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പൊ വേണ്ട ഗൗരി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ശങ്കറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ രുദ്രാക്ഷം ഇങ്ങനെ നിലത്തി കിടക്കുന്നത് കാണുന്നത്.
അപ്പൊ ഗൗരി വേഗം തന്നെ അതെടുത്തു. ഇത് എന്റെ ഈശ്വര, ഇത് ശങ്കറിന്റെ എന്റെ ശങ്കുവിന്റെ രുദ്രാക്ഷം തന്നെയാണല്ലോ ഇത് എന്ന് ഗൗരിക്ക് ഒരു സംശയം. ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഭിത്തിയില് ഒരു വേല് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതൂടെ കണ്ടപ്പോ ഗൗരിക്ക് ഉറപ്പായി ശങ്കർ ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം എന്റെ ശങ്കർ ഇവിടെ എവിടെയോ ഉണ്ട് എന്നൊരു തോന്നല് ഗൗരിക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശങ്കറാണെങ്കിലോ അപ്പുറത്തേക്ക് മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ആ വേലിനൊപ്പം പോവാട്ടോ. എന്റെ ഗൗരിക്ക് ആ രുദ്രാക്ഷം കണ്ടാല് എന്റെ അന്നും മനസ്സിലാവും. ചുവരുമേ വരച്ച വേല് ഗൗരി എന്താണേലും കണ്ടിട്ടുണ്ടാവും. കണ്ടെങ്കിൽ ആളിപ്പോ ഇവിടെ എത്തേണ്ട ടൈം ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടാവും ഉറപ്പാ. കാണാണ്ട് എവിടെ പോവാനാ എന്നോർത്ത് ശങ്കർ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ മറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് ശങ്കറിന്റെ കൂടെ വന്ന ഒരാള് അവിടെ നിന്ന് പണി ചെയ്യുന്നത് കേട്ടോ. ശോ, എന്റെ ഗൗരിയെ ഒന്ന് കാണുമ്പോ ഇവൻ ഇവിടെ നിന്നാലോ ഒട്ടും ശരിയാവില്ലല്ലോ. എന്താ ചെയ്യും? ഒരു വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കാണ്. ഭയ്യാ, അതെ ഇതർസെ കാം നനിഹി എന്ന് പറഞ്ഞു. എന്താ സേട്ടാ എന്ന് ചോദിച്ചോ. ഇവിടുത്തെ ജോലി ഞാൻ നോക്കിക്കോളാം. ഇതർസെ ഏക്ക് ലാടി ഹെ എന്നൊക്കെ പറഞ്ഞു. ബംഗാളി ഭയ്യ ദേ അങ്ങോട്ട് വിട്ടോ. എന്താ സേട്ടാ എന്ന് ചോദിച്ചു വീണ്ടും. വടക്കുന്നാഥാ, ഇവനും ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്റെ ഈശ്വര. ബംഗാളി ഭയ്യ മേ ഇവിടുത്തെ ജോലി ചെയ്തോളാം, തും അവിടേക്ക് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഓ അല്ല ഉദർസെ ഉദർസെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പണി വേണ്ട, അവിടെ പണി ചെയ്യണം എന്നാണോ ചേട്ടാ പറഞ്ഞത്? കറക്റ്റ്. നീ അങ്ങോട്ട് വിട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാ ചെല്ലടാ. ശരി ചേട്ടാ എന്ന് പറഞ്ഞ ഇവൻ പൈപ്പും ബാക്കി സാധനങ്ങളും ഒക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഗൗരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ശങ്കർ. അപ്പോഴാണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. പൂജയുടെ കണ്ണിലേക്ക് പെടുന്നത്. ഇവളിത് എങ്ങോട്ടായി പോണത്? അവളുടെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ലോ. എന്തിനായിരിക്കും പോണത്? ഇനിയിപ്പോ ശങ്കർ ചിലപ്പോ ഈ ജയിലിൽ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ഇന്നത്തോടെ അവളുടെ സകല കളത്രവും ഞാൻ പൊളിച്ചടുക്കും, കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞ പൂജ അവളുടെ പുറകിന് പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശങ്കർ ആ സൈഡിൽ നിൽക്കുന്നത് ഗൗരി കാണുന്നത്. അപ്പൊ ഗൗരിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോ ഒരു സംശയമുണ്ട്. പക്ഷേ എങ്കില് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ശങ്കർ ഇങ്ങനെ തിരിഞ്ഞത്. എന്നിട്ട് തലയിലെ കെട്ടൊക്കെ അയച്ചു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിയുടെ സന്തോഷം പറയണ്ട. ഗൗരി ഓടിച്ചെന്ന് നമ്മുടെ ശങ്കറിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി ഉണ്ടാകുന്ന പുകിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ എണ്ണുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.